എല്ലാ കൂട്ടുകാർക്കും അഫ്സലുൽ ഉലമ പ്രിലിമിനറിയുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എച്ച് മുൺറോ എഴുതിയ ഓപ്പൺ വിൻഡോ എന്ന രസകരമായ കഥയാണ്. തുറന്നുവെച്ച ജാലകം. നമ്മൾ പഠിക്കുന്നത് ഫ്രാംപ്റ്റൺ നെറ്റൽ എന്ന് പറയുന്ന ഒരു മാനസിക രോഗിയായ വ്യക്തിയെക്കുറിച്ചാണ്. ഫ്രാംപ്റ്റൺ നെറ്റൽ ചെറിയ മാനസിക അസ്വസ്ഥതയുള്ള ഒരു കുട്ടിയായിരുന്നു. അവനൊരു ദിവസം ഡോക്ടറുടെ വീട്ടിലേക്ക് സന്ദർശനം നടത്തുകയാണ്. അയൽവാസിയുടെ വീട്ടിലേക്ക്. മിസ്സിസ് സാപ്പിൾട്ടൻ്റെ വീട്ടിലെത്തിയ ഫ്രാംപ്റ്റൺ നെറ്റൽ എന്ന ഒരു കുട്ടി, ആ കുട്ടിയെ 15 വയസ്സുള്ള ഒരു പെൺകുട്ടി കണ്ടുമുട്ടുകയാണ്. ഈ പെൺകുട്ടിയുടെ പേര് വേര എന്നാണ്. വേര ഫ്രാംപ്റ്റൺ നെറ്റലിനെ പേടിപ്പിക്കുവാൻ ഒരു കഥ പറഞ്ഞു കൊടുത്തു. എന്താണ് ആ കഥ? വേര പറഞ്ഞു, ഈ മിസ്സിസ് ആപ്പിൾട്ടൻ്റെ ഹസ്ബൻഡും അവരുടെ ബ്രദേഴ്സും ഒരു ഡോഗും ഈ തുറന്നു വെച്ച ഫ്രഞ്ച് വിൻഡോയിലൂടെ അവർ വേട്ടയ്ക്ക് പോയി. ആ വേട്ടയ്ക്ക് പോയി ഒക്ടോബറിലാണ് അവർ വേട്ടയ്ക്ക് പോയത്. പിന്നീട് ഒരിക്കലും അവർ തിരിച്ചു വന്നിട്ടില്ല. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രഞ്ച് വാതിൽ തുറന്നു വെച്ചിട്ടുള്ളത്. മാനസിക രോഗിയായിട്ടുള്ള, മാനസിക അസ്വസ്ഥതയുള്ള ഫ്രാംപ്റ്റൺ നെറ്റൽ ഈ വികൃതി പെൺകുട്ടിയുടെ ഈ കഥ വിശ്വസിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മിസ്സിസ് ആപ്പിൾട്ടൺ അവിടെ വന്നു. മിസ്സിസ് ആപ്പിൾട്ടൺ ഫ്രഞ്ച് വാതിൽ തുറന്നിട്ടു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇതുവഴി വരും. നെറ്റൽ വിചാരിച്ചത് മിസ്സിസ് ആപ്പിൾട്ടന് ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ദുഃഖമാണെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഹസ്ബൻഡും ബ്രദേഴ്സും ഒരു ഡോഗും ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ഫ്രാംപ്റ്റൺ നെറ്റൽ പ്രേതമാണെന്ന് വിചാരിച്ച് പേടിച്ച് വിറച്ച് അവിടെ നിന്നും ഓടി ഒളിച്ചു. അപ്പോൾ ഫ്രാംപ്റ്റൺ നെറ്റൽ എന്ന് പറയുന്ന മാനസിക രോഗിയുടെയും അവനെ പേടിപ്പിക്കുവാൻ ഒരു കഥ പറഞ്ഞ, പേടിപ്പിക്കുന്ന കഥ പറഞ്ഞു കൊടുത്ത വേരയുടെയും കഥയാണ് ഓപ്പൺ വിൻഡോ എന്ന കഥ. നമുക്ക് പാഠഭാഗത്തേക്ക് നോക്കാം. ദ സ്റ്റോറി ഓപ്പൺ വിൻഡോ വാസ് റിട്ടൺ ബൈ എച്ച് മുൺറോ. എച്ച് മുൺറോയാണ് ഓപ്പൺ വിൻഡോ എന്ന ഈ സ്റ്റോറി എഴുതിയത്. ദ സ്റ്റോറി ഈസ് എബൌട്ട്, ഈ കഥ എന്തിനെക്കുറിച്ചാ? ഫ്രാംപ്റ്റൺ നെറ്റലിനെ കുറിച്ചാണ്. ഹു വിസിറ്റ് ഹിസ് നൈബേഴ്സ് ഹൗസ്, നൈബറുടെ വീട് സന്ദർശിക്കുന്നു. ആരാ നൈബർ? മിസ്സിസ് ആപ്പിൾട്ടൺ. നെറ്റൽ വാസ് എ നെർവസ് പേഷ്യൻറ്റ്. നെറ്റൽ ഒരു മാനസിക അസ്വസ്ഥതയുള്ള ഒരു കുട്ടിയായിരുന്നു, രോഗിയായിരുന്നു. വൺ ഡേ, ഒരു ദിവസം ഹി വിസിറ്റഡ് മിസ്സിസ് ആപ്പിൾട്ടൺസ് ഹൗസ്. അവൻ ഒരു ദിവസം മിസ്സിസ് ആപ്പിൾട്ടൻ്റെ വീട് സന്ദർശിച്ചു. ദർ, അവിടെ വെച്ച് ഹി മെറ്റ് എ ഗേൾ. അവൻ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. എന്താ അവളുടെ പേര്? കണ്ടുമുട്ടിയത് നെയിം വേര. വേര എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടി. വേര വാസ് എ സ്മാർട്ട്. വേര വളരെ ചുറുചുറുക്കുള്ളൊരു പെൺകുട്ടിയാണ്. ആൻഡ് പ്ലേഫുൾ, കുറച്ച് കുസൃതിയൊക്കെ ഉള്ളൊരു പെൺകുട്ടി. വേര വാസ് സ്മാർട്ട് ആൻഡ് ഓഫ് 15 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഇവൾ എന്ത് ചെയ്തു? ഷീ കുക്ക്ഡ് അപ്പ് എ സ്റ്റോറി. അവളൊരു കഥ മെനഞ്ഞെടുത്തു. ടു ഫ്രൈറ്റൻ ഹിം, മാനസിക രോഗിയായ നെറ്റലിനെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി ഒരു കഥ കുക്കപ്പ് ചെയ്യാൻ. എന്താണ് ആ കഥ? ആ കഥയാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കുന്നത്. എന്താണ് ആ കഥ? അവൾ പറഞ്ഞു, 3 years ago, 3 വർഷം മുമ്പ്, ടു ദ ഡേറ്റ്, ഇന്നേക്ക് 3 വർഷം മുമ്പ്, മിസ്സിസ് ആപ്പിൾട്ടൺസ് ഹസ്ബൻഡ്, മിസ്സിസ് സാപ്പിൾട്ടൻ്റെ ഭർത്താവ്, ആൻഡ് 2 യങ്ങർ ബ്രദേഴ്സ്, 2 അനിയന്മാരും, വെൻറ്റ് ഫോർ ഹണ്ടിങ്, വേട്ടയ്ക്ക് പുറത്തുപോയി. ദേ വെൻറ്റ്, അവർ പോയത്, ത്രൂ എ ലാർജ് ഫ്രണ്ട് വിൻഡോ, ഒരു ഫ്രഞ്ച് വാതിലിലൂടെയാണ് അവർ പോയത്. ദേ നെവർ റിട്ടേൺഡ്, അവർ ഒരിക്കലും മടങ്ങി വന്നില്ല. എ ഡോഗ് ഹാഡ് ഓൾസോ അക്കമ്പനീഡ് ദം, ഒരു നായയും അവരുടെ പിന്നാലെ പോയിരുന്നു. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഹെർ ഗ്രീവ് സ്ട്രിക്കൻ ഓൺഡ്,
അവളുടെ ദുഃഖിതയായ അമ്മായി കീപ്സ് ദ വിൻഡോ ഓപ്പൺ, ഈ ഫ്രഞ്ച് വിൻഡോ തുറന്നിടുന്നത്, എക്സ്പെക്റ്റിംഗ് ദെയർ റിട്ടേൺ, എന്നെങ്കിലും അവർ ഈ വാതിലൂടെ മടങ്ങി വരുമെന്ന ഓർമ്മയിൽ. മീൻവൈൽ, ഈ സമയത്താണ് ശരിക്കും മിസ്സിസ് ആപ്പിൾട്ടൺ അവിടെ വരുന്നത്. മിസ്സിസ് ആപ്പിൾട്ടൺ എൻറ്റേർഡ്, മിസ്സിസ് ആപ്പിൾട്ടൺ അവിടെ വന്നു. അപ്പോളജൈസിങ്, മാപ്പ് ചോദിച്ചുകൊണ്ട്, ഹെർ ഡിലേ, അവൾ വൈകി വന്നത്, ടു മീറ്റ് ഹിം. അപ്പോൾ ഈ നെട്ടലിനോട് പറയാണ് ഞാൻ വൈകി വന്നതിൽ ക്ഷമ പറയണമെന്നുണ്ട്. മിസ്സിസ് ആപ്പിൾട്ടൺ അവിടെ വരികയാണ്. ഷീ ഓപ്പൺഡ് ദ വിൻഡോ, അവൾ വാതിൽ തുറന്നിട്ടു. എക്സ്പെക്റ്റിംഗ് ഹെർ ഹസ്ബൻഡ്സ് അറൈവൽ, തൻ്റെ ഭർത്താവ് തിരിച്ചെത്തുന്നു പ്രതീക്ഷിച്ചിട്ട്. അപ്പോൾ യഥാർത്ഥ ഹസ്ബൻഡ് ഉണ്ട്, അതുകൊണ്ടാണ് തുറന്നിട്ടത്. സഡൻലി, പെട്ടെന്നാണ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ബ്രദേഴ്സ് അറൈവ്ഡ്, പെട്ടെന്നാണ് ഹസ്ബൻഡും ബ്രദേഴ്സും അവിടെ വരുന്നത്. ത്രൂ ഓപ്പൺ വിൻഡോ, ഓപ്പൺ വിൻഡോയിലൂടെ വരികയാണ്. അപ്പോൾ നോക്കൂ, വേര ലുക്ക്ഡ് ദാറ്റ് ഡയറക്ഷൻ, വേര ആ ഭാഗത്തേക്ക് നോക്കി. ഇൻ എ ഹൊറിഫൈഡ് വേ, പേടിച്ച പോലെ ഇങ്ങനെ നോക്കി. നമ്മൾ ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നെട്ടൽ വാസ് ഫ്രൈറ്റൻഡ്, നെട്ടലിന് പേടിയായി. പ്രേതങ്ങളേറ്റാണോ അല്ലെങ്കിൽ മരിച്ചു പോയതിന് ശേഷം അവരുടെ പ്രേതങ്ങൾ തിരിച്ചു വരികയെന്ന് വിചാരിച്ച് നെട്ടൽ വാസ് ഫ്രൈറ്റൻഡ്, നെട്ടൽ ആകെ പേടിച്ചു. ഹീ റാൻ അവേ, അവനൊരു ഒറ്റ ഓട്ടാണ് ഓടി പേടിച്ചിട്ട്. അപ്പം മിസ്സിസ് ആപ്പിൾട്ടൺ വിചാരിക്കുന്നത് മാനസിക രോഗമുള്ള ഒരു കുട്ടിയല്ലേ, ആ കുട്ടികൾ പല രീതിയിലും ബിഹേവ് ചെയ്യും. അതാണ് ആര് വിചാരിക്കണത്? മിസ്സിസ് ആപ്പിൾട്ടൺ വിചാരിക്കണത്. മിസ്സിസ് ആപ്പിൾട്ടൺ തോട്ട്, മിസ്സിസ് ആപ്പിൾട്ടൺ വിചാരിച്ചു, ഈ ഹാഡ് റൺ അവേ, അവൻ ഓടിയത് ബിക്കോസ് ഹീ ഈസ് എ നെർവസ് പേഷ്യൻറ്റ്, അവനെ ഒരു നെർവസ് ആയിട്ടുള്ള ഒരു അസുഖമുള്ള കുട്ടിയാണ്, ഭയമുള്ളൊരു കുട്ടിയാണ്, മാനസിക അസ്വസ്ഥതയുള്ളൊരു കുട്ടിയല്ലേ എന്ന് വിചാരിച്ചു ആര്? മിസ്സിസ് ആപ്പിൾട്ടൺ. പക്ഷേ വേറെ അവിടെയും തന്ത്രം പ്രയോഗിച്ചു. വേറെ പറഞ്ഞു അവൻ ഓടിയ എന്താവുമെന്നറിയോ? ഒരു നായ ഉണ്ടല്ലോ ഇവരുടെ കൂടെ, അതിനെ കണ്ട് പേടിച്ചതാവെന്ന് പറഞ്ഞു. വേര ടോൾഡ് ദാറ്റ്, വേറെ പറഞ്ഞു ഹി വാസ് അഫ്രെയ്ഡ് ഓഫ് ഡോഗ്സ്, ഡോഗ്സിനെ പേടിച്ചിട്ടാണ്. അപ്പോൾ പ്രിലിമിനറിക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പ്രിലിമിനറി സെക്കൻഡ് ഇയർ ഇംഗ്ലീഷിൽ. ഇത് പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. വേരയുടെ ക്യാരക്ടർ സ്കെച്ച് പല പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെന്ത് വന്നാലും ഇതിൽ നമ്മളെ ഈ ഒരു പാരഗ്രാഫിൽ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. സ്ക്രീൻഷോട്ട് എടുത്താൽ കഴിഞ്ഞ് നിങ്ങളത് നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് ഓപ്പൺ വിൻഡോ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു പാഠം തന്നെയാണ്. ഷോർട്ട് എസ്സേയ്സ് ഒക്കെ ഇതിന്ന് നന്നായിട്ട് വരാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചാൽ മതി. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എഴുതുക. അതൊന്നും നമുക്ക് എന്തായാലും ഒരു 15 മാർക്കുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ കഴിയും.